അപ്പോൾ വലിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തൊരു കാലയളവാണ് പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ. മാലിന്യമുക്ത നവകേരളം വലിയൊരു നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞതാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം വലിയ നേട്ടം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഡിജിറ്റൽ സാക്ഷരത, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ നമുക്ക് വലിയ മാറ്റം ഈ കാലയളവിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടും തുടർന്ന് എന്തെല്ലാമാണ് ജനം ആഗ്രഹിക്കുന്നത്, ജനങ്ങളുടെ ആശയങ്ങൾ എല്ലാമാണ് അത് സമാഹരിക്കുന്നതിനും പബ്ലിക്കായിട്ട് എൻഗേജ് ചെയ്യുന്നൊരു പരിപാടിയില്ലേ. ഇത്ര ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഇതിനെയൊക്കെ കുറച്ചും കൂടി ഹൃദയവിശാലത പ്രതിപക്ഷം കാണിക്കേണ്ടതാണ്. ഗവൺമെൻറ്റിൻ്റെ ഏത് കാര്യത്തെയും എതിർക്കുക എന്ന ഒരു നശീകരണ പ്രവണതയിൽ നിന്ന് മാറണം. ഇപ്പോൾ ഞാൻ ഓർമ്മിക്കുകയാണ്, ഈ നിയമസഭയിൽ ആദ്യ പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞങ്ങളൊരു കൺസ്ട്രക്റ്റീവ് ഓപ്പോസിഷനായിരിക്കും, ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും എന്നാണ്. പിന്നീട് നമ്മൾ കണ്ടത് മുഴുവൻ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള പ്രവർത്തനമാണ് കണ്ടിട്ടുള്ളത്. അതിപ്പോഴും തുടരുകയാണ്. നിർഭാഗ്യകരമാണ്. എനിക്ക് KPCC പ്രസിഡന്റിനോട് പറയാനുള്ളത്, എന്താണ് വസ്തുത എന്നെങ്കിലും മനസ്സിലാക്കാൻ അങ്ങ് തയ്യാറാവണം. മനസ്സിലാക്കിയാൽ ഈ പറഞ്ഞ പ്രതികരണത്തിൽ അദ്ദേഹം പശ്ചാത്തപിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ളൊരു അവസരമാണ്. ഈ പൊതുപരിപാടികൾക്കായിട്ട് സുഭാഷ് പാർക്ക് വിട്ടുകൊടുക്കാനായിരുന്നു. അപ്പോൾ അതിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട്. എനിക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. നല്ലതല്ലേ പബ്ലിക്കിന് അത് ആക്സസ് ഉണ്ടാവുന്നത്? നല്ലതല്ലേ പൊതുപരിപാടികൾക്ക് കിട്ടുന്നത്? ഇത്തരം പൊതു സ്ഥലങ്ങളെല്ലാം അങ്ങനെ ഉപയോഗിക്കുന്നതിൽ എന്താ തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പഞ്ചായത്തിൻ്റെ ഫണ്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ചൂണ്ടിക്കാട്ടിയത്. പഞ്ചായത്തിൻ്റെ പരിപാടിക്ക് ഉപയോഗിക്കാമല്ലോ പഞ്ചായത്തിൻ്റെ ഫണ്ട്. പഞ്ചായത്തിൻ്റെ ഫണ്ട് പിന്നെ എന്തിനുള്ളതാണ്? പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും ഫണ്ട് പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും പരിപാടിക്ക് ഉപയോഗിക്കാം. അവർ നടത്തിയ പ്രവർത്തനങ്ങൾ അവർക്ക് വിശദീകരിക്കാൻ അവരുടെ ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ എന്ത് വിചിത്രമായിട്ടുള്ള വാദമാണ്. അവരെന്താണോ 5 കൊല്ലം ചെയ്തത് അക്കാര്യങ്ങൾ വിശദീകരിക്കാൻ പാടില്ല, അതിന് ഈ ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാര്യത്തിന് പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും ഫണ്ട് കൊടുക്കുന്നു? പ്രാദേശികമായിട്ടുള്ള എന്തെല്ലാം പരിപാടികൾക്കും ആഘോഷങ്ങൾക്കും എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ എന്തോ പുതിയ കാര്യം പോലെ ഇവർ പറയുന്നത്. എത്രയോ കാലമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇത്.